Dear students, so നമുക്കിന്ന് പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് PLC. എൻ്റെ പേര് വിദിഷ, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ്, GPTC കണ്ണൂർ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് PLC ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അതിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രീസ്. ദാറ്റ് മീൻസ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ മീൻസ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോൺ ആസ് പവർ ഡിവൈസസ്. അതിൻ്റെ വർക്കിങ്ങും സ്ട്രക്ചറും ക്യാരക്ടറിസ്റ്റിക്സും ആപ്ലിക്കേഷൻസും ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എന്ന പാർട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് 3 മോഡ്യൂൾസ് കംസ് അണ്ടർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് ദ ലാസ്റ്റ് മോഡ്യൂൾ is PLC. PLC means Programmable Logic Controllers. അത് നിങ്ങൾക്ക് 4th മോഡ്യൂളാണ് വരുന്നത്. അതിൻ്റെ പ്രോഗ്രാമിങ്ങും അത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിൽ മെയിൻലി വരുന്നത് പവർ ഡിവൈസസ് ആണ്. സോ നമുക്ക് നോക്കാം. പവർ സെമി കണ്ടക്ടർ ഡിവൈസസ്. സോ എന്താ ഡിഫറൻസ് പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് നോർമൽ സെമി കണ്ടക്ടർ ഡിവൈസസ്? നിങ്ങൾക്കറിയാം നോർമൽ സെമി കണ്ടക്ടർ ഡിവൈസസ് നിങ്ങൾ ഫെമിലിയർ ആണ്. ഏതൊക്കെയാണ്? ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പവർ ഡിവൈസസുമായിട്ട് എന്താ ഡിഫറൻസ്? വർക്കിംഗ് ഒക്കെ സെയിം ആണ് വരുന്നത്, ബട്ട് ഓൺലി ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഹൈ പവർ ഹാൻഡ്ലിംഗ് ഡിവൈസസ്. അപ്പോൾ അതിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ടെർമിനൽ ഡിവൈസസ് ഉണ്ട്, 3 ടെർമിനൽ ഡിവൈസസ് ഉണ്ട്. 2 ടെർമിനൽ ഡിവൈസസ് നമുക്കറിയാം, ദാറ്റ് ഇസ് ഡയോഡ്സ്. ഇപ്പോൾ PIN ഡയോഡ്, ഷോർട്ട് കീ ഡയോഡ്, ഇതൊക്കെയാണ് ആ 2 ടെർമിനൽ ഡിവൈസസിന്റെ കാറ്റഗറീസിൽ കൊടുത്തിട്ടുള്ളത്. 3 ടെർമിനൽ ഡിവൈസസിൽ വരുന്നത് MOSFET, JFET, IGBT, BJT ആൻഡ് തൈറിസ്റ്റേഴ്സ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ മൈനോറിറ്റി കാരിയർ ഡിവൈസ് ഉണ്ട്, മെജോറിറ്റി കാരിയർ ഡിവൈസ് ഉണ്ട്. ഇവിടെ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് മൈനോറിറ്റി കാരിയർ ഡിവൈസസ് ആണ്. അപ്പോൾ നമുക്കറിയാം മൈനോറിറ്റി മെജോറിറ്റി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെമി കണ്ടക്ടർ ഡിവൈസസിൽ, അല്ലേ? അതായത് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിൽ ഇലക്ട്രോൺസ് ആണ് എന്ത്? മെജോറിറ്റി കാരിയേഴ്സ്. അതിൽ വരുന്ന ഫ്യൂ ഹോൾസ് ഉണ്ടാവും, അതെന്തായിരിക്കും? മൈനോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെയായിരിക്കും P ടൈപ്പ് വരുമ്പോൾ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി, ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത്? മൈനോറിറ്റി. അപ്പം നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത് പവർ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വരുന്ന മെയിൻ ആയിട്ട് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് വരുന്നുണ്ട്, IGBTs വരുന്നുണ്ട്, അതുപോലെ തന്നെ തൈറിസ്റ്റർ ഫാമിലി. തൈറിസ്റ്റർ ഇസ് എ ബിഗ് ഫാമിലി, അതിൽ കുറേ മെമ്പേഴ്സ് വരുന്നുണ്ട്. അതിൽ വരുന്ന SCR, ഡയാക്, ട്രയാക്, UJTs, അതുപോലെയുള്ള UJTs അതിൽ വരുന്നില്ല. തൈറിസ്റ്റേഴ്സിൽ മെയിൻലി വരുന്നത് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് SCR വരുന്നുണ്ട്, ഡയാക്, ട്രയാക് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. നോക്കിയേ, FET നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. എന്തായിരുന്നു BJT? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. എന്താ ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? നമുക്കറിയാം BJT പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. whereas FET is a field control device. Field means electric field, that is voltage. We can control the output current with the help of input voltage. അതാണ് എന്ത്? ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. FETസിനെ മെയിൻലി 2 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജംഗ്ഷൻ FET ഉണ്ട്, MOSFET. MOSFET പറഞ്ഞാൽ എന്താ? M stand for metal, O stands for oxide, S stand for semiconductor. So metal oxide semiconductor, field effect transistor. അതാണ് FETസിന്റെ 2 കാറ്റഗറീസ് വരുന്നത്. MOSFET again we can classify 2 types. That is depletion type MOSFET and enhancement type MOSFET. അപ്പോൾ എന്താണ് ഈ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് തമ്മിലുള്ള ഡിഫറൻസ്? ദാറ്റ് ഡിഫറൻസ് കംസ് ഡ്യൂ ടു ദ സ്ട്രക്ചറൽ ഡിഫറൻസ്. ഈ 2 മോസ്ഫെറ്റിന്റെയും സ്ട്രക്ചേഴ്സിലുള്ള ഡിഫറൻസിലാണ് ഈ ഡിഫറൻസ് വരുന്നത്. രണ്ടിന്റെ സ്ട്രക്ചർ ഒരുപോലെ തന്നെ, ബട്ട് അതിലൊരു ചെറിയൊരു ലെയർ, ഒരു ചാനൽ കൊടുക്കുന്നുണ്ട്.
അതിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. ഈ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് അഗെയിൻ ടു കാറ്റഗറീസ്, ദാറ്റ് ഈസ് എൻ ചാനൽ മോസ്ഫെറ്റ് ആൻഡ് പി ചാനൽ മോസ്ഫെറ്റ്. അതുപോലെ തന്നെ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റും രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ ചാനൽ ഉണ്ട്, പി ചാനൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡയഗ്രാം നോക്കാം. കണ്ടോ, ഇതാണ് മോസ്ഫെറ്റിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന് 3 ടെർമിനൽസ് ഉണ്ട്. നമുക്കറിയാം മോസ്ഫെറ്റിന്റെ 3 ടെർമിനൽസ് എന്തൊക്കെയാണ്? സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്. ഇതാണ് മോസ്ഫെറ്റിന്റെ 3 ടെർമിനൽസ് വരുന്നുണ്ട്. BJTs നമുക്കറിയാം എന്തൊക്കെയായിരുന്നു 3 ടെർമിനൽസ്? കളക്ടർ, എമിറ്റർ ആൻഡ് ബേസ്. അതുപോലെ FETന്റെ 3 ടെർമിനൽസ് ആണ് സോഴ്സ്, ഡ്രെയിൻ ആൻഡ് ഗേറ്റ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് ഈസ് എ വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ്. ഞാൻ മുന്നേ പറഞ്ഞു, വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സിമ്പിൾ ഡ്രൈവ് സർക്യൂട്ട്. ദെൻ മെജോറിറ്റി കാരിയർ ഡിവൈസ് ആണ്. BJTസിൽ മെജോറിറ്റിയും മൈനോറിറ്റിയും കാരിയേഴ്സ് ഒരുപോലെ എഫക്റ്റ് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയില്ല, ഇതൊരു മെജോറിറ്റി കാരിയർ ഡിവൈസ് ആണ്. ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്, ഫാസ്റ്റ് ഓപ്പറേഷൻ നടക്കും, ഹൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലും അതുപോലെയുള്ള മൈക്രോ പ്രോസസ്സേഴ്സിലും ഒക്കെ ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? മോസ്ഫെറ്റ്. ഫാസ്റ്റ് ഓൺ ആൻഡ് ഓഫ്. ദെൻ ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി ആണ്. BJT പോലെ ടെമ്പറേച്ചറിന് അധികം ഡിപ്പെൻഡൻസ് വരുന്നില്ല ഇതിൽ. ദെൻ പിന്നെ ഇതിന്റെ വോൾട്ടേജ് റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് യൂഷ്വലി യൂസ്ഡ് അറ്റ് വോൾട്ടേജ് ലെസ് ദാൻ 600 വോൾട്ട് ആൻഡ് പവർ ലെസ് ദാൻ 10 kW. അതുപോലെ തന്നെ 1000 വോൾട്ടിന്റെ ഡിവൈസസും അവൈലബിൾ ആണ്. മെയിൻലി ഓൺ റെസിസ്റ്റൻസിന്റെ ബേസിലാണ് നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മെയിൻലി ഉള്ള മോസ്ഫെറ്റിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. നമ്മൾ മോസ്ഫെറ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ഉണ്ട്, എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് ഉണ്ട്. അപ്പൊ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡിപ്ലീഷൻ മോഡില് അപ്ലൈയിങ് നോർമലി ഓൺ ആണ്. നോർമലി ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു ചാനൽ അവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് എപ്പോഴും ഓണിലായിരിക്കും കിടക്കുന്നത്. വേറെസ് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോർമലി ഓഫ് ആയി കിടക്കുന്ന മോസ്ഫെറ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ചാനൽ ഓൾറെഡി അവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ട് വേണം അവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അപ്പൊ അതിനെ നോർമലി ഓഫ് എന്ന് പറയും. അപ്പൊ ഈ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് 2 ടൈപ്സ് വരുന്നുണ്ട്. എൻ ചാനൽ ഉണ്ട്, പി ചാനൽ ഉണ്ട്. അപ്പൊ എൻ ചാനൽ വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. പി ചാനൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ സിമ്പൽ നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഒരു മോസ്ഫെറ്റിന്റെ സിമ്പൽ വരക്കുക. ഇതുപോലെ വരച്ചിട്ട് ഇത് ഗേറ്റ് പാർട്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ 3 ലൈൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഡ്രെയിൻ പാർട്ട് മുകളിലേക്ക് കൊടുത്തു, ദെൻ താഴേക്ക് സോഴ്സ് പാർട്ട്. സോഴ്സും ഇതിന്റെ ബോഡി സ്ട്രക്ചറും കൂടെ കമ്പൈൻഡ് ആക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ പി ടൈപ്പ്. സെയിം സിമ്പിൾ തന്നെ, ബട്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ആരോ മാർക്ക് നമ്മൾ ഔട്ട്സൈഡിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. എൻ ചാനൽ ആണെങ്കിൽ ആരോ മാർക്ക് ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ തന്നെ ലോ വോൾട്ടേജ് കാറ്റഗറീസ് ഉണ്ട്, ഹൈ വോൾട്ടേജ് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ് ഉണ്ട്. അതുപോലെ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, മിഡിൽ ടെർമിനൽ ആണ് ഗേറ്റ്. ഇവിടെ ഓൾറെഡി ഒരു ചാനല് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതെപ്പോഴും ഓൺ ആയിട്ട് കിടക്കും. അതിന്റെ സിമ്പിൾ കണ്ടാൽ മനസ്സിലാകും. ഗേറ്റ് ആണ്, ഡ്രെയിൻ ആണ്, സോഴ്സ് ആണ്, സെന്റർ വൺ ബോഡി ടെർമിനൽ ആണ്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ ഇതുണ്ടോ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എൻ ചാനൽ മോസ്ഫെറ്റില് ആരോ മാർക്ക് ഉള്ളിലേക്കാണ് കൊടുക്കേണ്ടത്. ഗേറ്റ് കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് സപ്ലൈ ആയിട്ടായിരിക്കണം. പി ചാനൽ മോസ്ഫെറ്റിൽ ആരോ മാർക്ക് പുറത്തേക്കായിട്ട് കൊടുക്കണം. അതിന്റെ ഗേറ്റ് കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സപ്ലൈ ആയിട്ടായിരിക്കണം. നിങ്ങളൊന്നും കൂടെ സിമ്പിൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഇനി നമുക്കിതിൽ ഒരു എൻ ചാനൽ മോസ്ഫെറ്റിന്റെ വർക്കിംഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കണ്ടോ, ഇതാണ് എൻ ചാനൽ പവർ മോസ്ഫെറ്റ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ.
എൻ ചാനൽ പവർ മോസ്ഫെറ്റ്. ആദ്യം നിങ്ങളൊരു സബ്സ്ട്രേറ്റ് വരക്കുക. എൻ ചാനൽ മോസ്ഫെറ്റിൽ ചാനൽ എൻ ടൈപ്പ് ആയിരിക്കണം. സോ അതിൻ്റെ സോഴ്സും ഡ്രെയിനും എൻ ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കണം. ഈ രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഇടയിൽ ഒരു എൻ ചാനൽ വന്നാൽ മാത്രമേ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ട് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സബ്സ്ട്രേറ്റ് എന്തായിരിക്കണം? പി സബ്സ്ട്രേറ്റ്. ഇനി ഇതിൻ്റെ ടെർമിനൽസ് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന സോഴ്സ്, ഇവിടെ ഒരു മെറ്റൽ പോയിന്റ് വെച്ചിട്ട് സോഴ്സ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മെറ്റൽ പാർട്ട് വരുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡിന്റെ ഒരു ലെയർ ആയിരിക്കും ഇത്. അപ്പൊ ഇതിന്റെ അപ്പർ പോർഷനിൽ വെച്ചിട്ട് ഒരു മെറ്റൽ പാർട്ട് എടുത്തിട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ ആണ്. ഈ ലാസ്റ്റിലേത്തെ ഈ എൻ റീജിയൻ, എൻ പ്ലസ് റീജിയനിൽ നിന്ന് ഒരു മെറ്റലൈസേഷൻ എടുത്തിട്ട് ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ 3 ടെർമിനൽസ് പറഞ്ഞാൽ സോഴ്സ്, ഗേറ്റ് ആൻഡ് ഡ്രെയിൻ. ദെൻ ദിസ് ഈസ് സിലിക്കൺ ഡയോക്സൈഡ്. ഇതൊരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യും. ദെൻ ഇവിടെ വരുന്നത് പി സബ്സ്ട്രേറ്റ് ആണ്. അപ്പൊ ഇതിനെ മോസ് എന്ന് പറയാൻ കാരണം ഈ ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. അതായത് ദിസ് ഈസ് മെറ്റൽ, ദിസ് ഈസ് ഓക്സൈഡ് ലെയർ ആൻഡ് ദിസ് ഈസ് അഗെയിൻ എ സെമി കണ്ടക്ടർ. ദാറ്റ് ഈസ് MOS, ദാറ്റ് ഈസ് മോസ്. ദെൻ ഇതിന്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ഉണ്ട്, സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോപ്പർ വർക്കിങ്ങിന് ഫസ്റ്റ് എന്ത് കൊടുക്കണം? ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഡ്രെയിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഡ്രെയിൻ കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് സോഴ്സ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ ഈ ഒരു പോസിറ്റീവ് സപ്ലൈ കാരണം നമുക്കറിയാം ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ പോസിബിൾ ആവേണ്ടതാണ്. ഇഫ് ഇറ്റ് ഇസ് എ റെസിസ്റ്റർ, നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ട് ഇവിടെ പോസിബിൾ ആയിരിക്കും. ബട്ട് ഇത് നമ്മളൊരു ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ത്രൂ ആണ് നമ്മൾ ബാറ്ററിന്റെ നമ്മൾ സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് പാത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ബട്ട് ഇവിടെ ഒരു N+, N+ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡോപ്ഡ് എൻ റീജിയൻ ഉണ്ട്, എൻ റീജിയൻ ആണ്. ഇതും ഒരു ഹൈലി ഡോപ്ഡ് എൻ റീജിയൻ ആണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദർ ഈസ് ഓൺലി പി സബ്സ്ട്രേറ്റ്. ഫസ്റ്റ് ഇവിടെ ഒരു ചാനൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് പോസിബിൾ അല്ല. അതായത് VGS നമ്മൾ 0 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ VDS എത്ര കൊടുത്തിട്ടും കാര്യമില്ല, ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ നടക്കില്ല. ഇവിടെ കറണ്ട് ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. സോ നെഗറ്റീവ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഗേറ്റ് സപ്ലൈ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കറിയാം നമ്മൾ VGS ആയിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് ഗേറ്റ് സപ്ലൈ കൊടുത്തു. അതായത് ഗേറ്റ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു, സോഴ്സ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ എന്താ, സ്വാഭാവികമായിട്ട് ഇതൊരു മെറ്റലിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഈ പോസിറ്റീവ് പാർട്ട് കൊണ്ട് ഇവിടെ എന്ത് വരാം? പോസിറ്റീവ് അയോൺസ് ക്രിയേറ്റ് ആവാം. അപ്പൊ ഇതൊരു ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്, ഈ സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇതിന്റെ അതർ പാർട്ടിൽ നെഗറ്റീവ് റീജിയൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് താഴെ എന്ത് ക്രിയേറ്റ് ചെയ്യും? പോസിറ്റീവ് പാർട്ട് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഈ പോസിറ്റീവ് പാർട്ടിലേക്ക് ഇവിടെയുള്ള കാരിയേഴ്സ് അട്രാക്റ്റ് ആവും. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് റീജിയൻ ക്രിയേറ്റ് ആവും. അതായത് നമ്മൾ ഈ പോസിറ്റീവ് സപ്ലൈ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഓക്സൈഡ് ലെയറും കഴിഞ്ഞു വരുന്ന താഴെയുള്ള ഈ ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ആവും. അതൊരു കപ്പാസിറ്റീവ് ആക്ഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം കപ്പാസിറ്ററിന് 2 പ്ലേറ്റ്സും അതിനിടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡൈഇലക്ട്രിക് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ദെൻ ഈ VGSന്റെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട്, ഈ VGS വോൾട്ടേജിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ താഴെ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലിലെ നെഗറ്റീവ് അയോൺസിന്റെ ചാനലിന്റെ വിഡ്ത്തും ഇൻക്രീസ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ VGSൽ ഒരു ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് VDS, ഈ വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് കൂടാം. അതായത് നമുക്കൊരു ഡ്രെയിൻ ടു സോഴ്സ് ഒരു കറണ്ട് പോസിബിൾ ആവും. ഒരു ID എന്ന് പറയുന്ന ഡ്രെയിൻ കറണ്ട് ഇവിടെ ഇങ്ങനെ പോസിബിൾ ആവും. എഗെയിൻ നിങ്ങൾ VGSന്റെ സ്ട്രെങ്ത് വീണ്ടും കൂട്ടുകയാണെങ്കിൽ, ഒരു 1 വോൾട്ട് തന്നെ നിങ്ങൾ കൂട്ടി ഒരു 3 വോൾട്ട് 4 വോൾട്ടിലേക്ക് കൂട്ടുകയാണെങ്കിൽ എഗെയിൻ എന്ത് സംഭവിക്കും? ഈ ചാനലിന്റെ വിഡ്ത്ത് എഗെയിൻ ഇൻക്രീസ് ആവും. സോ ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കും? ഡ്രെയിൻ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എഗെയിൻ ഇൻക്രീസ് ആവും. അല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. നമ്മൾ ഈ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഗേറ്റ് വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിലെ ഡ്രെയിൻ കറണ്ടിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മൾ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടെർമിനൽ ഡിവൈസ്, അതായത് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ആണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രെയിൻ ടു സോഴ്സ് നമ്മളൊരു വോൾട്ടേജ് ആദ്യം അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനൽ ക്രിയേറ്റ് ആവില്ല, സോ കറണ്ട് ഫ്ലോ പോസിബിൾ ആവില്ല. അപ്പോൾ ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റിൽ എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്, സോ നമ്മൾ ഗേറ്റിൽ പോസിറ്റീവ് സപ്ലൈ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പോസിറ്റീവ് സപ്ലൈ പ്ലസ് ചാർജ് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ചാർജ് നെഗറ്റീവ് ഇതിൻ്റെ താഴെ ക്രിയേറ്റ് ആകും. അതുപോലെ തന്നെ തൊട്ട് താഴെ തന്നെ പോസിറ്റീവ് ക്രിയേറ്റ് ആകും, കാരണം ഇവിടെ ഒരു ന്യൂട്രൽ ഇഫക്റ്റാണ് വരിക ഈ ഡൈഇലക്ട്രിക്കൽ. അപ്പോൾ ഈ പോസിറ്റീവിലേക്ക് ഇവിടെയുള്ള ചാർജസ് അട്രാക്റ്റ് ആവും, നെഗറ്റീവ്. അപ്പോൾ ഓൾടുഗദർ പറയുകയാണെങ്കിൽ നമ്മൾ ഗേറ്റിൽ പ്ലസ് സപ്ലൈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ചാനൽ പാത്ത് ഇവിടെ താഴെ ഈ സെമി കണ്ടക്ടർ റീജിയനിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടുത്തെ VGSന്റെ സ്ട്രെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡ്രെയിനിലേക്ക് കൂടിയുള്ള കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിങ്ങിന്റെ ഒരു രീതി മനസ്സിലാവും. ഉണ്ടോ? ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 2 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ്? Y ആക്സിസിൽ ഡ്രെയിൻ കറണ്ട് ആണ്, X ആക്സിസിൽ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് നമ്മളിപ്പോൾ ഉണ്ടോ ഗേറ്റ് കറണ്ട് നമ്മൾ മിനിമത്തിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഡ്രെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ചെറിയൊരു കറണ്ട്, ഒരു ലീക്കേജ് കറണ്ട് പോലത്തെ ഒരു കറണ്ട് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇനി ഗേറ്റ്സ് ഇതിലുള്ള ഓരോ ഗ്രാഫ് നമുക്ക് കാണാം, ഇങ്ങനെ ഒരു പാരലൽ ആയിട്ടുള്ള ലൈൻസ് പോലെ വരച്ച് കാണാം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ആദ്യം സെറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് VDS ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ VGS ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ചാനലിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ആവും, അതിനനുസരിച്ചിട്ട് ഡ്രെയിൻ കറണ്ട് കൂടും. ഇതിവിടെ VGS കുറച്ചും കൂടെ ഒന്ന് കൂട്ടി, അതിനുശേഷം എന്ത് ചെയ്യാം? ഡ്രെയിൻ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഡ്രെയിൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡ്രെയിൻ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതൊരു സാച്ചുറേഷനിലെത്തും, പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, പിന്നെ ഇൻക്രീസ് ആവില്ല. പിന്നെ നമ്മൾ എത്ര വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും കറണ്ട് എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. എഗെയിൻ നമുക്ക് ഡ്രെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? VGS എഗെയിൻ ഇൻക്രീസ് ചെയ്യണം. കണ്ടോ? VGS വീണ്ടും ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ചാനൽ വിഡ്ത്ത് ഇൻക്രീസ് ആയി. അപ്പോൾ നിങ്ങൾ VDS ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും ഡ്രെയിൻ കറണ്ട് അങ്ങോട്ട് ഇൻക്രീസ് ആയി, എഗെയിൻ അതെന്തായി? കോൺസ്റ്റന്റ് ആയി. എഗെയിൻ ഡ്രെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന എഗെയിൻ VGS ഇൻക്രീസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഡ്രെയിൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ആദ്യം അതൊരു ലീനിയർലി ഇൻക്രീസിങ് റീജിയൻ പോലെ കാണുന്നു, കണ്ടോ? അതിനുശേഷം എന്തായി? സാച്ചുറേഷൻ ആയി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലീനിയർ റീജിയൻ പറയുന്ന പേരാണെന്ത്? ഓമിക് റീജിയൻ. അതിനുശേഷം ഈ ഒരു കോൺസ്റ്റന്റ് ആയി കിടക്കുന്ന ഈ റീജിയൻ പറയുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. ഇത് താഴെ വരച്ചിരിക്കുന്നത് കട്ട് ഓഫ് റീജിയൻ. അപ്പൊ ഇങ്ങനെ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ VGS ഒരു പെർട്ടിക്കുലർ ലെവലിൽ സെറ്റ് ചെയ്യുക, അതിനുശേഷം ഡ്രെയിൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. ഡ്രെയിൻ കറണ്ടിന്റെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യാം. എഗെയിൻ VGS ഇൻക്രീസ് ചെയ്യുക, വീണ്ടും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്തെന്ന്? നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിന് വേറെ ഒരു ഫോമാണ് എന്ത്? ട്രാൻസ്ഫർ കാര. ട്രാൻസ്ഫർ കാരയിൽ നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജും ഡ്രെയിൻ കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഔട്ട്പുട്ട് കാരയിൽ നിന്ന് ഇതിലേക്ക് വരാം. എങ്ങനെയാണ്? അതായത് ഫോർ ഡിഫറെന്റ് VGS എന്താണ്? ഡിഫറെന്റ് IDs ആണ്. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാം. കണ്ടോ? VGS 0 ആവുന്ന സമയത്ത് നമുക്കറിയാം കറണ്ട് ഇല്ല. VGS ഒരു പെർട്ടിക്കുലർ ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കും? ഡ്രെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ? VGS ആദ്യമൊക്കെ 0 ആവുന്ന സമയത്ത് നമുക്ക് ഡ്രെയിനിൽ കറണ്ട് ഇല്ല. ഒരു VT, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, ദാറ്റ് ഈസ് നോൺ എസ് ത്രെഷോൾഡ് വോൾട്ടേജ്. ഈ ത്രെഷോൾഡ് വോൾട്ടേജ് ക്രോസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക് ഔട്ട്പുട്ടിൽ ഡ്രെയിൻ കറണ്ട് പോസിബിൾ ആവുള്ളൂ. കണ്ടോ? അപ്പൊ അതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള കേർവ് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ട്രാൻസ്ഫർ കാര, ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ drain current and VGS. Output കാര പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ID and VDS for different values of VGS. കണ്ടോ? ട്രാൻസ്ഫർ കാര ഒന്നും കൂടെ എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ കാര പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് ഡ്രെയിൻ കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്. ഉണ്ടോ? വേരിയേഷൻ ഓഫ് ഡ്രെയിൻ കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്. ഇപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. മിനിമം പോസിറ്റീവ് വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ് ടു ഇൻഡ്യൂസ് എ ചാനൽ.
നമ്മൾ കൊടുക്കുന്ന ആ ഒരു മിനിമം വോൾട്ടേജ് അത് കൊടുത്താൽ മാത്രമേ അവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ആവുള്ളൂ, എങ്കിൽ മാത്രമേ അതിലേക്കൂടെ കറണ്ട് പോസിബിൾ ആവുള്ളൂ. ഇതാണ് ട്രാൻസ്ഫർ കെയർ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് എൻ ചാനലാണ്. എൻ ചാനലിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തത്, എങ്കിൽ മാത്രമേ അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള ചാനൽ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പൊ ഇതേ സെയിം നമുക്ക് എവിടെ കൊടുക്കാം? പി ചാനലിൽ കൊടുക്കാം. കണ്ടോ, പി ചാനൽ മോസ്ഫെറ്റ് നോക്കിയേ. പി ചാനൽ നിങ്ങൾ സിമ്പിൾ വരയ്ക്കുമ്പോൾ അതിന്റെ ഏറോ മാർക്ക് പുറത്തേക്കാണ് വരക്കേണ്ടത്. പിന്നെ ഗേറ്റിൽ പി ചാനലാണ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കണം, അതായത് നെഗറ്റീവ് വോൾട്ട് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനൽസ് കണക്ട് ചെയ്യാം. ഇതാണ്, ഇത് ജസ്റ്റ് ഒരു ഇതിന്റെ ഒരു സിമ്പിൾ മാത്രം, സിമ്പിളും അതിന്റെ ആ വോൾട്ടേജ് പൊളാരിറ്റിയും മാത്രം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം. മനസ്സിലായല്ലോ? 3 ടെർമിനൽസ്, ഗേറ്റ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം FETs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ള ഡിവൈസ് ആണ്. ദെൻ ലെസ് നോയ്സി ആണ്, വെരി സ്മോൾ ഇൻ സൈസ് ആൻഡ് ഓക്യുപ്പൈസ് വെരി സ്മോൾ സ്പേസ് ഇൻ ICs. അപ്പം നമ്മളെ മൈക്രോ പ്രോസസ്സർ, നമ്മളെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്കറിയാം FETs ആണ് ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ IC സൈസ് വളരെ ചെറുതായതുകൊണ്ട് ഒരു ചെറിയൊരു നമ്മുടെ റീജിയനിൽ തന്നെ നമുക്ക് മോർ നമ്പർ ഓഫ് ICs അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ ലോ പവർ കൺസംഷൻ ആണ്. പിന്നെ ടേൺ ഓഫ് വെരി ഫാസ്റ്റ് ആണ്. അവിടെ മൈനോറിറ്റി കാരിയർ സ്റ്റോറേജ് ഒന്നും വരുന്നില്ല. BJTസിലൊക്കെ ആണെങ്കിൽ അവിടെ കാരിയർ സ്റ്റോറേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു ടൈം വേണം, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ അങ്ങനെ മൈനോറിറ്റി കാരിയേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോബ്ലം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ടേൺ ഓഫ് വളരെ ഫാസ്റ്റ് ആക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഫാസ്റ്റ് ഓൺ ഓഫ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് പോലെ വരുന്ന വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ ലോ ആണ്. ദെൻ ലോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ഒക്കെയാണ് വരുന്നത്. ദെൻ പിന്നെന്താ, ലോ ഓൺ റെസിസ്റ്റൻസ് ആണ്, ഹൈ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കിയാൽ നമുക്കറിയാം ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സിലാണ്, അതായത് മൈക്രോ പ്രോസസ്സേഴ്സിൽ തന്നെ. പിന്നെ കാൽക്കുലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെമ്മറീസ്, നമുക്കറിയാം മെമ്മറീസിലൊക്കെ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് വരുന്നത് മോസ്ഫെറ്റ് ആണ്. യൂസ്ഡ് ഇൻ മെമ്മറീസ് ആൻഡ് ഇൻ ലോജിക് CMOS ഗേറ്റ്സിൽ. CMOS ആണ് നമുക്കറിയാം ലോജിക് ഫാമിലീസിന്റെ ഒക്കെ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ലോജിക് ഗേറ്റ്സ് ഒക്കെ വരുന്നില്ലേ, ഇത് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, ഇതുപോലെയുള്ള ഗേറ്റ്സ്. അപ്പോൾ ഇതിന്റെയൊക്കെ ബേസിക് ഫാബ്രിക്കേഷനിൽ വരുന്നത് ഈ മോസ്ഫെറ്റ്സ് ആണ്. CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്, അതായത് PMOSും NMOSും കൂടി വരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ അനലോഗ് സ്വിച്ചസ്, അതായത് ഞാൻ പറഞ്ഞു ഇത് ഫാസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ആയതുകൊണ്ട് മെയിൻലി സ്വിച്ചിങ് സർക്യൂട്ട്സിലാണ് ഇത് വരുന്നത്. പിന്നെ മോസ്ഫെറ്റ്സ് ഡിവൈസ് ആർ ഓൾസോ അപ്ലൈഡ് ഇൻ ഓഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയേഴ്സ്. പവർ ആംപ്ലിഫയേഴ്സിന് ഇത് ഹൈ പവർ ഡിവൈസ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പവർ ആംപ്ലിഫയേഴ്സിൽ നമുക്ക് ഈ മോസ്ഫെറ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് മോസ്ഫെറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോസ്ഫെറ്റ് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക, ഇതിന്റെ സിമ്പിൾ നോട്ട് ചെയ്യുക, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുക, അതുപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. പിന്നെ അതുപോലെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻസ്, ഈ ഒരു റീജിയൻ ഒക്കെ നിങ്ങൾ കവർ ചെയ്യുക. അപ്പം നിങ്ങൾ ഒരു ബുക്ക് ഇതിനായിട്ട് വെക്കുക, അതിലേക്ക് നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇതിന്റെ നോട്ട്സോ ഒക്കെ വെച്ചിട്ട് ഇത് നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പം ഇതിന്റെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു.